വെൽക്കം ടു ഓൾ. സോ KS മെൻഡർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഡിഗ്രി തല പരീക്ഷകളുടെ വീഡിയോ സീരീസിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സോ നമ്മൾ പറഞ്ഞു ഈ ഒരു സീരീസിൻ്റെ ഉദ്ദേശം മുമ്പേ നമ്മൾ പറഞ്ഞതാണ്, ഓരോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെ തുടങ്ങി ഡിഗ്രി തല പരീക്ഷകളിൽ വരുന്ന എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള സീരീസാണ് നടക്കുന്നത്. സോ ഇപ്പോഴും നിങ്ങളിത് കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇതിനു മുമ്പ് വന്ന വീഡിയോസ് കാണണം. നിങ്ങളുടെ കൂട്ടുകാരി ഇത്തരം വീഡിയോകളോട്ട് പെട്ടെന്ന് എത്തിക്കണം. ഓക്കെ, കാരണം ഒരുപാട് വാല്യൂ ആഡഡ് സെഷൻസ് നിങ്ങൾ ഈ വരുന്ന എല്ലാ ഡിഗ്രി തല പരീക്ഷകളും ക്രാക്ക് ചെയ്യാൻ വേണ്ടി KS മെൻഡർ ഒരുക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, സോ നിങ്ങൾക്കും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, നിങ്ങളുടെ സജഷൻസ് ആണ് ഇത്തരം വീഡിയോ സീരീസുകളൊക്കെ ആയിട്ട് മാറ്റപ്പെടുന്നത്. സോ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എന്താ ഗ്ലോബൽ വാർമിംഗ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ആദ്യം ഞാൻ എപ്പോഴും വീഡിയോകളിൽ പറയുന്ന പോലെ ഒരു ചോദ്യവും ഔട്ട് ഓഫ് സിലബസ് അല്ല. ഈ ചോദ്യം വ്യക്തമായി നിങ്ങളുടെ സിലബസിലെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എൻവയൺമെൻറ്റ് ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഗ്ലോബൽ വാർമിംഗ് പഠിക്കണം, അതുപോലെ തന്നെ പഠിക്കണം. അപ്പോൾ PSC ചോദിച്ച ചോദ്യം നോക്കിയേ, ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള ചോദ്യം, മനസ്സിലല്ലേ? അതായത് സിലബസിലെ കീവേഡ് തന്നെ ക്വസ്റ്റ്യനിൽ ആവർത്തിച്ചിരിക്കുന്നു. എന്ത് അടിപൊളി! എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻക്രീസിങ് ഡീഫോറസ്റ്റേഷൻ, റിഡ്യൂസിങ് ദ എഫിഷ്യൻസി ഓഫ് എനർജി യൂസേജ്. ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത് നമ്മളെല്ലാവരും ഇപ്പോൾ എസ്പെഷ്യലി എല്ലിനോ ഇയേഴ്സ് ആയ സമയത്ത് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന സമയത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അല്ലേ? എല്ലിനോൻ്റെ പുറത്ത്, അതായത് നാച്ചുറലി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പുറത്ത് ഒരു മനുഷ്യനിർമ്മിതമായ ചില കാര്യങ്ങളിലൂടെ ഈ എൻവയൺമെൻറ്റിനെ കൂടുതൽ പ്രശ്നത്തിലാക്കുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഗ്ലോബൽ വാർമിംഗ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻക്രീസിങ് ഡീഫോറസ്റ്റേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ട്. സോ എൻവയൺമെൻറ്റ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻസോടെ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, കുറേ ടേംസ്. മനസ്സിലായില്ലേ? ലൈക്ക് ഡീഫോറസ്റ്റേഷൻ എന്താണ്, അഫോറസ്റ്റേഷൻ എന്താണ്, റീഫോറസ്റ്റേഷൻ എന്താണ്, കാർബൺ ബഡ്ജറ്റ് എന്താണ്, കാർബൺ ന്യൂട്രൽ എന്താണ്, അങ്ങനെ തുടങ്ങി കുറേ ടേംസ് നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചിരിക്കണം. അപ്പോൾ ഇന്ന് തന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങിക്കോ. സോ ഇൻക്രീസിങ് ഡീഫോറസ്റ്റേഷൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അത് പിന്നെ ബാക്കി അവിടെ നിന്ന് നിങ്ങൾക്ക് വായിക്കും കൂടെ വേണ്ടി വരില്ല. റെഡ്യൂസിങ് ഡീഫോറസ്റ്റേഷൻ, ഓക്കെ. ഇൻക്രീസിങ് ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ വലിയൊരു രീതിയിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനും അതുപോലെ നമ്മുടെ എൻവയൺമെൻറ്റിനെ ഈ രീതിയിലോട്ട് ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നതിനും കാരണമാകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ അത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് ഒരു കൊച്ചുകുട്ടി പോലും സമ്മതിക്കുന്ന കാര്യമല്ല. ദെൻ ഇൻക്രീസിങ് ഡീഫോറസ്റ്റേഷൻ എഗെയിൻ പോയി. ലാസ്റ്റ് റെഡ്യൂസിങ് ദ ഡീഫോറസ്റ്റേഷൻ ആൻഡ് കട്ടിങ് ഡൗൺ യൂസ് ഓഫ് ഫോസിൽ. കമ്പാരിറ്റീവ്ലി ഭയങ്കര എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. എങ്കിലും പെട്ടെന്നുള്ള ഈ ഒരു ചോദ്യം ഇട്ടതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത്തരം എളുപ്പമുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് തെറ്റിച്ച് വരുന്ന ആൾക്കാരുണ്ട്. ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ ഒരു വായനയിൽ തന്നെ ഇപ്പോൾ റെഡ്യൂസിങ് ഡീഫോറസ്റ്റേഷൻ വേഗം അവിടെ ഹുക്ക് ചെയ്തിട്ട് ആ ആൻസർ സോൾവ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. എത്ര എളുപ്പമുള്ള ചോദ്യമായാലും നിങ്ങൾ അതിന് ഡ്യൂ ടൈം കൊടുക്കണം, മെല്ലെ സമയമെടുത്ത് സോൾവ് ചെയ്യണം. കാരണം നമുക്ക് ഒരു മാർക്ക് കളയാൻ പറ്റില്ല ഒരു തരത്തിലും. ഓക്കെ, സോ ഇത് നിങ്ങൾ എളുപ്പത്തിൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? ദെൻ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പഠിക്കണം എന്ന്. ഇപ്പോൾ ഇതൊരു PYQ സീരീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരം ടേമുകൾ പഠിപ്പിച്ചു തരാനുള്ള സമയമില്ല. പക്ഷെ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഇത്തരം ഏറ്റവും കീ ആയ കാര്യങ്ങൾ അത് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സീരീസിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയണം. സോ ദാറ്റ് അത്തരം കാര്യങ്ങളിൽ ഒരാളുടെയും കേരളത്തിൽ മാർക്ക് വരുത്, കോമ്പറ്റീഷൻ ടൈറ്റ് ആവട്ടെ. നമ്മൾ പറഞ്ഞ പോലെ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത് അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽ യൂസ് എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ 2022 എക്കണോമിക് സർവേ തന്നെ പറയുന്നത് ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഇപ്പോൾ നമ്മുടെ എനർജി യൂസിലുള്ളത് ഓൾമോസ്റ്റ് 61.42% തെർമൽ സോഴ്സസിൽ നിന്നാണ്. സോ അത് തന്നെ തെർമൽ സോഴ്സസിൻ്റെ എനർജിയും പലപ്പോഴും ഫോസിലാണ്. ആൻഡ് അത് മാത്രമല്ല റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സ് വെറും 24.7% നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണെങ്കിൽ കൂടെ. ആൻഡ് ഹൈഡ്രോ എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 12.09% ഉണ്ട്. സോ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യേണ്ടതും നിങ്ങൾ ചെന്ന് പഠിക്കേണ്ടതും ഇപ്പോഴുള്ള ഇന്ത്യയിലെ എനർജി യൂസേജ് എങ്ങനെയാണ്, ഇൻക്ലൂഡിങ് ഫോസിൽ ഫ്യൂവൽ ആൻഡ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിളുടെ വ്യത്യാസം എന്താണ്, ആ റിന്യൂവബിൾ തന്നെ ആണെങ്കിൽ അതിൽ എത്രമാത്രം നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ഉണ്ട്, ഇനി സോളാർ എനർജി സോഴ്സ് എത്രയാണ്, വിൻഡ് എത്രയാണ്, എല്ലാ ഡാറ്റയും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഉടനെ പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷാ പേപ്പറിൽ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളോട് പറയണം, ഞങ്ങൾ ചെയ്തു തരാം. എപ്പോഴും പറയുന്ന പോലെ, വീഡിയോ സീരീസിൽ പറയുന്ന പോലെ,
KS മെൻഡർ ഇവിടുത്തെ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കുന്ന ആയിരക്കണക്കിന് ചോദ്യങ്ങളിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. എന്താ? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡെഫിനിഷൻസ് ആർ ഇൻകറക്റ്റ്. എഗെയിൻ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ എൻവയോൺമെന്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ചില ടേമുകൾ നിങ്ങൾ എന്താണെന്ന് ഭയങ്കര എന്താ പറയുക അതിൻ്റെ അർത്ഥം അറിഞ്ഞ് തന്നെ നിങ്ങൾ പഠിക്കണം. ലൈക്ക് കാർബൺ ബഡ്ജറ്റ് എന്താണ്? മനസ്സിലായില്ലേ? ഏതാ ഇൻകറക്റ്റ് എന്നാ? കാർബൺ ബഡ്ജറ്റ് എന്താണ്? കാർബൺ ന്യൂട്രൽ എന്താണ്? പൊതുവെ കുട്ടികൾ തെറ്റിദ്ധരിക്കുന്ന ഒരു വാർക്കാ. കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ എമിഷൻ ഇല്ലാത്ത അവസ്ഥയാണോ, അതോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ എത്രയാണോ അത്രമാത്രം കാർബൺ സിങ്ക് കൂടെ ഉണ്ടാക്കുന്ന അവസ്ഥയെ വിളിക്കുന്നതാണോ കാർബൺ ന്യൂട്രൽ? നിങ്ങൾ പറയണം. ഞാനിപ്പോൾ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് ഒന്ന് ചെന്ന് പഠിക്കണം. ഓക്കെ. അപ്പം നമ്മൾ 2070 ആകുന്ന സമയത്ത് കാർബൺ ന്യൂട്രൽ ആവണം എന്നുള്ളത് ഇന്റർനാഷണൽ ഫോറങ്ങളിൽ തന്നെ ഇന്ത്യ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലോട്ട് നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത്, ഇന്ത്യ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് ഒരു ഗവൺമെന്റ് ആസ്പിരന്റും എന്തായിരിക്കണം? ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. അടുത്ത കാർബൺ ഫുട് പ്രിന്റ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? റീഫോറസ്റ്റേഷൻ എന്താണ്? അപ്പോൾ റീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? വെൻ ന്യൂ ട്രീസ് ആർ പ്ലാന്റഡ് ഓർ സീഡ്സ് ആർ സോൺ ഇൻ ആൻ ഏരിയ വേർ ദർ വർ നോ ട്രീസ് ബിഫോർ ക്രിയേറ്റിംഗ് എ ന്യൂ ഫോറസ്റ്റ്. അതാണോ റീഫോറസ്റ്റേഷൻ? ഇനി ഇതല്ലാതെ തന്നെ ഉണ്ട്. എന്താ? ഒരു സ്ഥലത്ത് ട്രീസിന്റെ എണ്ണം കുറയുന്ന സമയത്ത് നമ്മൾ അവിടെ ട്രീസ് പ്ലാന്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഫോറസ്റ്റിനെ രക്ഷിച്ചെടുക്കുന്നു. അത് രണ്ടും റീഫോറസ്റ്റേഷനും അഫോറസ്റ്റേഷനുമാണ്. എന്താണെന്ന് ഞാൻ അവിടെ പറയുന്നില്ല, സിൻസ് ക്വസ്റ്റ്യൻ തന്നുകൊണ്ട് നിങ്ങൾ സോൾവ് ചെയ്യണം. ഓക്കെ. ഇനി വേറെ ചോദ്യം ഈ ഭാഗത്ത് നിന്ന് പൊതുവെ ചോദിക്കുന്ന അടുത്തൊരു ടൈപ്പ് ചോദ്യമാണ് ഗ്ലോബൽ വാർമിംഗ് ആയി ബന്ധപ്പെട്ട ഗ്ലോബൽ വാർമിംഗ് ഗ്യാസസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്. ഈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഓരോ ഗ്യാസിനും എങ്ങനെയാണ്? എന്ന ചോദ്യം എന്താ? ഫൈൻഡ് ദ ഡിസെൻഡിങ് ഓർഡർ ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് വേരിയസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ടു ഗ്ലോബൽ വാർമിംഗ്. സോ അതാണ്. അപ്പോൾ ഈ ഗ്ലോബൽ വാർമിംഗ് ഓരോ ഗ്യാസും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോൾ ഒരു ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന പലതരം പ്രോപ്പർട്ടീസ് ഈ ഗ്യാസസിനുണ്ട്. ലൈക്ക് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരെ റേഡിയേറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ റേഡിയേറ്റിംഗ് പൊട്ടൻഷ്യൽ. അവർക്ക് എത്രമാത്രം ഹീറ്റാണ് അവരുടെ അടുത്തേക്ക് വരുന്നത് റേഡിയേറ്റ് ചെയ്യാൻ പറ്റുക, അതായിരിക്കുമല്ലോ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ചൂടാക്കുന്നത്. സെക്കൻഡ് തിങ്, അവരെത്രമാത്രം അറ്റ്മോസ്ഫിയറിൽ നിലനിൽക്കുന്നു. ഇപ്പോൾ ലൈക്ക് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കാണിച്ചത് നിങ്ങൾക്ക് ഇത് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കാണിക്കുന്ന ഈ റേഡിയേറ്റിംഗ് എഫക്റ്റിൻ്റെയും ലൈഫ് ടൈമിൻ്റെ എല്ലാം ഔട്ട്പുട്ടായിട്ട് നമ്മളൊരു ഗ്യാസിൻ്റെ ഗ്ലോബൽ വാർമിംഗ് എത്രമാത്രം അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഒരു ക്വാണ്ടിഫയബിൾ നമ്പറായിട്ട് നമ്മൾ എടുക്കുന്നത് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ളതാണ്. ഇവിടെ നോക്കിയേ, ഓരോ ഗ്യാസസിൻ്റെയും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്നുണ്ട്. ഒരു 100 ഇയർ ഹൊറൈസണിൽ അല്ലെങ്കിൽ 100 ഇയർ സമയത്ത് ഇവർക്കുള്ള ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്താ? ഈ നമ്മളെപ്പോഴും അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് 100 കൊല്ലം ഉണ്ടായാൽ ലൈഫ് ടൈം അതാണെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 1 എന്ന രീതിയിലാണ് ഇതിനെ റിലേറ്റീവ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാവരുടെയും പറയുക. അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് 100 കൊല്ലം എക്സാക്ട്ലി ഒന്നല്ല, അത് നിങ്ങൾക്കും അറിയാം അല്ലേ? ചിലതൊക്കെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്ത് പോവും, ചിലതൊന്നും 100 കൊല്ലം ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു നമ്പർ അല്ല, പക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റിലേറ്റീവ് യൂസിന് വേണ്ടി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗിക്കുന്നു. സോ ഈ നമ്പർ കൂടെ നോക്കിയിട്ട് നിങ്ങൾ ആൻസർ പറയണം. ആൻഡ് സെക്കൻഡ് ഒരു ഡാറ്റ എന്ന് പറയുന്നത് എന്താ? ഇവരെ കോൺസെൻട്രേഷൻ, ഈ പറയുന്ന ഗ്യാസസിൻ്റെ കോൺസെൻട്രേഷനും ഇവർ എത്രമാത്രം അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്നു എന്നുള്ള അളവ്, ഇത് രണ്ടും വെച്ചുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരം നൽകണം. ഓക്കെ. സോ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ആൻസർ പറയുന്നു വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലൊരു PYQ സീരീസ് ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാ ദിവസവും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, ബി സബ്സ്ക്രൈബ്. എല്ലാവരോടും മാക്സിമം ഷെയർ ചെയ്യുക. LSCS ബാച്ച് തുടങ്ങിയ കാര്യം നിങ്ങൾക്ക് അറിയാം. ഇനി നമുക്ക് സമയമില്ല. ഡു ജോയിൻ. ഓക്കെ, ഇവിടെ കാണാം. ബൈ.